തിരൂർ മണ്ഡലത്തിന്റെ സ്വപ്നങ്ങളിലേക്കാണ്. മന്ത്രി വി അബ്ദുറഹ്മാനും സിറ്റിംഗ് MLA കുറുക്കോളി മൊയ്തീനും തമ്മിൽ ശക്തമായ മത്സരം നടന്ന തിരൂരിൽ UDF-ന് മേൽക്കൈ ഉണ്ടെന്നാണ് പൊതുവായ വിലയിരുത്തൽ. 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരവും MLA-യുടെ പ്രതിച്ഛായയും അനുകൂലമായി എന്നും UDF-ന്റെ വിലയിരുത്തലുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാൻ തോൽക്കുമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലെങ്കിലും അട്ടിമറി ഉണ്ടാകുമെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാനെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നത്. യൂനുസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. യൂനുസ്, മണ്ഡലം മാറി മത്സരിച്ച വി അബ്ദുറഹ്മാൻ വലിയ ഒരു ജയപ്രതീതി അവിടെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവസാനം വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ആരാണ് കൂടുതലായി പ്രതീക്ഷ ഈ തിരൂരിൽ വെക്കുന്നത്? നൗഫൽ പറഞ്ഞത് ശരിയാണ്. മന്ത്രി വി അബ്ദുറഹ്മാൻ നാട്ടിലേക്ക് മത്സരിക്കാനെത്തുന്നു. വലിയ പ്രതീക്ഷ വോട്ടെടുപ്പിന് മുമ്പിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ LDF-നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ UDF-ന്റെ ഒരു ഭൂരിപക്ഷം എന്നുള്ളത് 8,000-ഓളം വോട്ടാണ്. ആ വോട്ട് മറികടക്കുക എന്നുള്ളത് നിഷ്പ്രയാസം കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അബ്ദുറഹ്മാനും അതോടൊപ്പം തന്നെ LDF-നും ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മന്ത്രി വി അബ്ദുറഹ്മാനും അതോടൊപ്പം തന്നെ LDF-നും തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരസ്യമായി 10,000 വോട്ടിന് വിജയിക്കും എന്നൊക്കെ ഈ തിരൂർ ഏരിയ സെക്രട്ടറി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും CPM ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയത് ഈ മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ തോക്കുമെന്നാണ്. ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് അവർ പ്രാദേശികമായി ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും UDF ക്യാമ്പിലുള്ളത് വലിയ ഒരു ആത്മവിശ്വാസമാണ്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ തിരൂരിൽ മത്സരിക്കാനെത്തിക്കും വലിയൊരു ആശങ്ക ആദ്യ സമയം UDF-ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പം എത്താൻ UDF-ന് കഴിഞ്ഞു. വലിയ സമ്പത്തൊഴുക്കുന്ന രീതിയിലായിരുന്നു LDF-ന്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. അതിനൊപ്പത്തിന് എത്താൻ കുറുക്കോളി മൊയ്തീന് അതോടൊപ്പം തന്നെ UDF-ന് കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ ബൂത്തുകളിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ UDF എടുത്തിരിക്കുന്നു. 10,000-ലേറെ വോട്ടിന്, കഴിഞ്ഞ തവണ 8,000-ഓളം വോട്ടിനാണെങ്കിൽ ഈ തവണ 10,000-ലേറെ വോട്ടിന് വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ UDF-നുണ്ട്. വലിയ വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ UDF പ്രധാനമായി പറയുന്നത്, നമുക്കറിയാം ഈ മണ്ഡലം രൂപീകരിച്ചത് മുതൽ 2006 ഒഴികെ ബാക്കി എല്ലാ സമയത്തും മുസ്ലിം ലീഗിന്റെ ഒരു ഉറച്ച കോട്ടയാണ് തിരൂർ. 2006-ൽ നമുക്കറിയാം ലീഗ് കോട്ടകളെല്ലാം മലപ്പുറത്ത് തകർന്നു. 2006 ET മുഹമ്മദ് ബഷീർ തിരൂരിൽ തോറ്റു. ആ ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ലീഗിന്റെ ഒരു ഉരുക്കുകോട്ടയായി നിന്ന ഒരു പ്രദേശമാണ് തിരൂർ. ആ ഒരു പ്രദേശം ഇന്നും സുരക്ഷിതമായി നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ UDF-നുണ്ട്. 10,000-ലേറെ വോട്ടിന് വിജയിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കുറുക്കോളി മൊയ്തീൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായമുണ്ട്. സാധാരണക്കാരനുടെ പ്രതിനിധി എന്നുള്ള ഒരു പ്രതിച്ഛായമുണ്ട്. എല്ലാവരോടും നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു MLA കൂടിയാണ്. ആ ഒരു പ്രതിച്ഛായ തകർക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് LDF-നുള്ളത്. മന്ത്രി താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വരുമ്പോൾ പറഞ്ഞൊരു കാര്യം, നാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നാണ്. പക്ഷേ നാട്ടിൽ വലിയ പരിചയമുണ്ട്, ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ്. ഈ തിരൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനായി പ്രവർത്തിച്ച ആ ഒരു പ്രവൃത്തി പരിചയമുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് വലിയ വോട്ടായി വരുമെന്നുള്ള രീതിയിലായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം, LDF-ന്റെ പ്രതീക്ഷ. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആ പ്രതീക്ഷ ഒരു മങ്ങിയൊരു സാഹചര്യം ഉണ്ട്. നൗഫൽ, തിരൂരിലെ പ്രതീക്ഷകളെ കുറിച്ചാണ് യൂനുസ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്തത്.